ഐഡിയ ബാസ് എന്ന ഈ ഒരു വേദി നമ്മൾ തുടങ്ങിയതിന്റെ കാരണം എന്താണെന്ന് അറിയോ? നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ഇന്നോവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അവ പലതും നമ്മുടെ ജീവിതത്തെ ലളിതമാക്കി മാറ്റും. ആ ഐഡിയകളും ഇന്നോവേഷനുകളും നിങ്ങളിലേക്ക് എത്തിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഞങ്ങളുടെ ഈ പരിശ്രമത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായി നമ്മുടെ അടുത്ത 2 ഐഡിയ ബാസുകൾ വരുന്നു. ഭാരതത്തിൽ ഇന്ന് 10-1 പേർ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. പ്രായത്തിനൊപ്പം അവരുടെ കഷ്ടപ്പാടുകളും കൂടുന്നു. ഇവർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ജീവിതത്തിലുള്ള വിശ്വാസവും കുറഞ്ഞു വരികയാണ്. അവർ തനിയെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമല്ല, തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ഭയപ്പെടുന്നവരാണ്. നല്ല പേടിയുണ്ട് എനിക്ക്. എന്റെ പേടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വീണു പോകുമോ എന്നതാ. കാലിന് വല്ലതും പറ്റുമോ, കയ്യിന് വല്ലതും പറ്റുമോ എന്നൊക്കെയാ. നമുക്ക് വയസ്സ് കൂടുന്നതിനനുസരിച്ച് പല രോഗങ്ങളും വന്നു തുടങ്ങും. പിന്നെ ശരീരം ബലഹീനമായ വീണു പോകുന്ന ഒരു പേടിയും വരും. എനിക്ക് വല്ലാതെ വയസ്സായിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പം നടക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതാണ് പറഞ്ഞത്. ഈ വൃദ്ധർക്ക് പ്രതീക്ഷയുടെ പുതുവെട്ടവുമായി വരുന്നു 2 ചെറുപ്പക്കാർ. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രശാന്ത് ആൻഡ് കൗശൽ. ടൈറ്റൻസ്, ഇന്റർനെറ്റിലെ ഒരു കാര്യം വളരെ വൈറലായിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളും അത് കണ്ടിരിക്കും. കണ്ടില്ലെങ്കിൽ ഞാൻ പറയാം. പറയൂ. അതൊരു കവിതയാണ്. ജീവിതത്തിന്റെ ഓരോ നിമിഷവും വളരെ സുന്ദരമായതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമാണ്. അപ്പൊ എന്തിനാണ് മുഖത്ത് ഈ ആശങ്ക? മനസ്സെപ്പോഴും യൗവനമായിരിക്കട്ടെ. അപ്പൊ വാർദ്ധക്യം നിങ്ങളെ വിട്ടു പോകും. നന്നായി പറഞ്ഞു. ഓരോരുത്തരും അവർക്ക് എത്ര തന്നെ പ്രായമായാലും ശരി ജീവിക്കണമെന്ന് വിചാരിക്കുന്നവരാ, ജീവിതം ആസ്വദിക്കണമെന്ന് കരുതുന്നവരാ. പക്ഷേ പ്രായം കൂടുന്തോറും അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതായത് ജോയിന്റ് പെയിൻസ്, മസിൽ വീക്ക്നെസ്, ബാലൻസ് ഇഷ്യൂ. അതായത് ഒരു ചെറിയ സ്റ്റെപ്പ് കയറാൻ പോലും അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതാണ് സത്യം. പ്രായമായവരുടെ ഏറ്റവും വലിയ പേടി താഴെ വീഴുന്നതിനെ കുറിച്ചാണ്. താഴെ വീഴുമ്പോഴാണല്ലോ നടുവൊടിയുന്നത്. കാരണം പ്രായമായവർ വീഴുമ്പോൾ അവരുടെ ശരീരത്തിൽ മാത്രമല്ല പരിക്കേൽക്കുന്നത്, അത് അവരുടെ ആത്മവിശ്വാസത്തെയും തകർക്കും. അത് കാരണം അവരുടെ മൊബിലിറ്റി അവർക്ക് ഇല്ലാതാവുന്നു. കുറച്ച് അവരുടെ ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെടുന്നു. അവർ വീഴുന്നതിന് പേടിച്ചുകൊണ്ട് വീട്ടിനകത്ത് നടക്കുന്നത് പോലും ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ 15 കോടിക്ക് മുകളിലാണ് പ്രായമായവരുള്ളത്. 1 കോടിയിലും അധികമുള്ള പ്രായമായവർ ഓരോ വർഷത്തിലും ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ കാരണം ഈ വീഴ്ചയാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 20 ലക്ഷത്തിൽ കൂടുതൽ പേർക്കാണ് ഹിപ്പ് ഫ്രാക്ചർ ആയിട്ടുള്ളത്. ഇവിടെ പേടിക്കേണ്ട കാര്യം, ഭയപ്പെടേണ്ട കാര്യം മറ്റൊന്നുമല്ല. അതായത് ഹിപ്പ് ഫ്രാക്ചറിന് ശേഷമുള്ള മൊർട്ടാലിറ്റി റേറ്റ് 40% കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഹിപ്പ് ഫ്രാക്ചർ ഈസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്. ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് എല്ലാം തന്നെ മനസ്സിലാക്കി. ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. ഇതിനോട് അധ്വാനിക്കണം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ നിർമ്മിച്ചത് റിപ്പൽ ഹെൽത്ത് കെയർ. റിപ്പൽ ഹെൽത്ത് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഫാസ്റ്റ് സ്മാർട്ട് ഹിപ്പ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. ഇത് നമ്മുടെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്, വിച്ച് ഈസ് ഹിപ്പ് പ്രോ. ഈ ബെൽറ്റ് ഇടുപ്പിൽ കെട്ടിയതിനു ശേഷം ഒരാൾ ഇരുന്നാലോ അതോ നടന്നാലോ സൈഡിലൊരു എയർ ബാഗ് ഉണ്ട്, കണ്ടില്ലേ? അത് ഇൻഫ്ലേറ്റ് ആവും. അത് നല്ലൊരു പ്രൊട്ടക്ഷൻ നൽകും. അയാൾ പിന്നെ ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇരുന്നാലോ അതോ കിടന്നാലോ എയർ ബാഗ് ഓട്ടോമാറ്റിക്കലി ഡിഫ്ലേറ്റ് ആവും. അപ്പോഴേ അയാൾക്കൊരു കംഫർട്ട് കിട്ടും, വിച്ച് ഈസ് പ്രൊവൈഡിങ് ആൻഡ് സേഫ്റ്റി. രണ്ടും ഒരേ സമയത്ത്. ഇതില് AI ഉണ്ട്. അത് അയാളുടെ പോസ്റ്ററും മൂവ്മെന്റിനെയും പറ്റി പഠിക്കും. റിസ്ക് ഓഫ് ഫോളിനെ പറ്റി പ്രൊഡിക്ട് ചെയ്യും. എപ്പോൾ റിസ്ക് അധികമാകുന്നുവോ അപ്പോൾ ഒരു അലർട്ടുമായിട്ട് നോട്ടിഫൈ ചെയ്യും. ഇനിയിപ്പോ ഒരു വയസ്സായ ആള് താഴെ വീട് വന്നിരിക്കട്ടെ, ഉടനെ തന്നെ ഒരു SOS മെസ്സേജ് പോകും അയാളുടെ കെയർ ഗീവറിന്, ഫാമിലി മെമ്പറിന്, അല്ലെങ്കിൽ അയാളുടെ നെയ്ബറിന്. അതും അവരുടെ വാട്സപ്പിൽ. അപ്പോഴേ റിയൽ ടൈം അസിസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ വിഷൻസ് എന്താണെന്ന് അറിയാൻ പറ്റായിട്ടാണ് ഞങ്ങൾ ഈ ബെൽറ്റ് ഓരോ വീട്ടിലും, ഓരോ വയസ്സായ ആൾ, ഓരോ ഹോസ്പിറ്റലിലും കൊണ്ടെത്തിക്കണം. അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. വി നീഡ് 1.65 crore for 5% equity for our company.